ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ ഓഫ് ഹൊറിസോണ്ടൽ അലൈൻമെന്റിലെ സൂപ്പർ എലിവേഷനെ പറ്റിയാണ്. നമ്മുടെ ഒരു റോഡിൽ കൂടി ട്രാവൽ ചെയ്യുന്ന സമയത്ത് പല ലൊക്കേഷൻസിലും ഇതുപോലുള്ള ഹൊറിസോണ്ടൽ കേർവ്സ് കാണാറുണ്ട്. ഓക്കെ, നമ്മുടെ ഒരു മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ ചേഞ്ച് വരുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഒരു കേർവ് പോർഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കേർവ് പോർഷൻസിൻ്റെ കൊടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് നമുക്ക് എന്ത് വരുന്നത്, സൂപ്പർ എലിവേഷൻ, അതുപോലെ ട്രാൻസിഷൻ കർവ്, അതുപോലെ തന്നെ എക്സ്ട്രാ വിഡ്ത്ത്, വൈഡനിങ് ഓഫ് ദി പേയ്മെന്റ് എന്നൊക്കെ പറയുന്ന കുറച്ച് കൺസെപ്റ്റുകൾ വരുന്നത്. അതിൽ സൂപ്പർ എലിവേഷൻ്റെ കൺസെപ്റ്റിനെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളൊരു ഹൊറിസോണ്ടൽ കർവിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വെഹിക്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്നും പുറത്തേക്ക് റേഡിയലി ഔട്ട്വേർഡ് ആയിട്ടാണ് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ആ ഒരു വെഹിക്കിളിനെ ആ ഒരു റോഡിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു കർവിൽ നിന്നും പുറത്തേക്ക് കളയാനുള്ള ഒരു ടെൻഡൻസിയാണ് അവിടെ ഉണ്ടാകുന്നത്. പക്ഷെ നമുക്ക് സേഫായിട്ട് എന്ത് ചെയ്യണം, ട്രാവൽ ചെയ്ത് പോകണം. അപ്പോൾ നമ്മൾ അങ്ങനെ സ്കിഡായി പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പം അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സേഫായിട്ടുള്ള ഒരു മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കൊടുക്കുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ P is equal to WV² divided by GR എന്നാണ്. അതായത് P എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇൻ കിലോഗ്രാം, W is the weight of the vehicle in kilogram, V is the velocity അല്ലെങ്കിൽ speed of the vehicle in meter per second, G is the acceleration due to gravity, അതിൻ്റെ വാല്യൂ എത്രയാണ് 9.8 meter per second square, and R is the radius of the circular curve in meter. അതായത് ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കർവിന് എന്താണ്, ഒരു പെർട്ടിക്കുലർ ഒരു സെൻറ്റർ ഉണ്ടായിരിക്കും. ആ സെൻറ്ററിൽ നിന്നും ഒരു പെർട്ടിക്കുലർ റേഡിയസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കർവ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ കർവിൻ്റെ റേഡിയസ് എത്രയാണെന്നുള്ളതാണ് മീറ്ററിൽ കൊടുക്കുന്നതാണ് ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമുക്ക് WV²/GR എന്നുള്ള ഇക്വേഷൻ ആ ഒരു മാഗ്നിറ്റ്യൂഡിലുള്ളതാണ് നമ്മുടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന് എന്താണ്, രണ്ട് എഫക്റ്റ് ആണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഓക്കെ, അതിന് രണ്ട് എഫക്റ്റ് ആണുള്ളത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ടെൻഡൻസി ടു ഓവർടേൺ ദി വെഹിക്കിൾ ഔട്ട്വേർഡ്സ് എബൌട്ട് ദി ഔട്ടർ വീൽസ്. നമ്മുടെ ആ ഒരു വെഹിക്കിളിനെ ഔട്ട്വേർഡ് ഓവർടേൺ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുപോലെ തന്നെ സ്കിഡ് ചെയ്യാനുള്ള ടെൻഡൻസിയും ഉണ്ട്. ടെൻഡൻസി ടു സ്കിഡ് ദി വെഹിക്കിൾ ലാറ്ററലി ഔട്ട്വേർഡ്സ്. ഇങ്ങനെ രണ്ട് എഫക്റ്റ് ആണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനുള്ളത്. അപ്പോൾ ഈ രണ്ട് എഫക്റ്റിനെയും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ രണ്ട് എഫക്റ്റിനെയും നളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ ഓർഡർ ടു കൗണ്ടറാക്ട് ദി എഫക്റ്റ് ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വെഹിക്കിൾ സേഫായിട്ട് പോകാൻ വേണ്ടിയിട്ട്, സേഫായിട്ട് നമുക്ക് പാസ് ചെയ്ത് പോകാനായിട്ട് ഓവർടേണിങ്ങും സ്കിഡിങ്ങും ഒന്നും നടക്കാതെ സേഫായി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രൊവിഷനാണ് സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിലെന്താണ്, ഒരു ട്രാൻസ്വേഴ്സ് സ്ലോപ്പ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഔട്ടർ എഡ്ജ് ഓഫ് ദി പേയ്മെന്റ് ഈസ് റേസ്ഡ് വിത്ത് റെസ്പെക്ട് ടു ദി ഇന്നർ എഡ്ജ്. ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ നിങ്ങൾക്കൊരു സ്ലോപ്പിംഗ് ആയിട്ടല്ലേ ഈ ഒരു റോഡ് കിടക്കുന്നത്. ഓക്കെ, ഈ ഒരു എൻഡിൽ നിന്ന് ഈ ഒരു എൻഡിലേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അത് സ്ലോപ്പിംഗ് ആയിട്ടാണ് കിടക്കുന്നത്. ഇത് ഇന്നർ എഡ്ജ് ഓഫ് ദി കർവ് ആണ്, ഇത് ഔട്ടർ എഡ്ജ് ഓഫ് ദി കർവ് ആണ്. അപ്പം ഇതെന്താണ്, ഇന്നർ എഡ്ജ് വെച്ച് നോക്കുമ്പോൾ ഔട്ടർ എഡ്ജ് കുറച്ചൊന്ന് റൈസ് ആയിട്ട്, ഒരു പർട്ടിക്കുലർ ഹൈറ്റ് റൈസ് ആയിട്ടാണ് ഔട്ടർ എഡ്ജ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള ഒരു സ്ലോപ്പിലാണ് നമ്മൾ ഈ ഒരു കർവ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. ഇങ്ങനെ നമ്മൾ സ്ലോപ്ഡ് ആയിട്ട് കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്ലോപ്ഡ് ആയിട്ട് കൊടുക്കുന്നതിനെയാണ് സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്. സോ സൂപ്പർ എലിവേഷൻ അതല്ലെങ്കിൽ കണ്ട് എന്ന് പറയും, അതുപോലെ തന്നെ ബാങ്കിങ് എന്നും പറയാറുണ്ട്. ഇത് മൂന്നും, സൂപ്പർ എലിവേഷൻ, കണ്ട്, ബാങ്കിങ്, ഇത് മൂന്ന് വേർഡ് പറഞ്ഞാലും സെയിം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സൂപ്പർ എലിവേഷൻ സ്മോൾ ഇ വെച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് അതിനെ പറയുന്നത് എങ്ങനെയാണ്, ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ദി റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ദി ഔട്ടർ എഡ്ജ് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ വിഡ്ത്ത്. അതായത് നമുക്ക് ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഔട്ടർ എഡ്ജ് ഇന്നർ എഡ്ജിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊന്ന് ഹൈറ്റിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് എത്രയാണ് ആ ഹൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ഔട്ടർ എഡ്ജ് ആൻഡ് ഇന്നർ എഡ്ജ്. ഇപ്പോൾ സപ്പോസ് ആ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇ ആണ്, അതുപോലെ തന്നെ ഈ ഒരു റോഡിൻ്റെ ഈ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബിയും ആണെന്നെങ്കിൽ ഓക്കെ, നമ്മൾ സൂപ്പർ എലിവേഷൻ എങ്ങനെ പറയും, റേഷ്യോ ഓഫ് ദിസ് ഹൈറ്റ് ടു ദിസ് വിഡ്ത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് സൂപ്പർ എലിവേഷൻ സ്മോൾ ഇ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ബി എന്ന് പറയാം.
Okay, ratio of the height of the outer edge with respect to the horizontal width. Small e ആണ് നമ്മുടെ സൂപ്പർ എലിവേഷൻ, ക്യാപിറ്റൽ ഇ ബൈ ബി എന്ന് പറയാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ക്യാപിറ്റൽ ഇ എന്ന് വെച്ചാൽ എന്താണ്, ഇന്നർ എഡ്ജ് വെച്ച് നോക്കുമ്പോൾ ഔട്ടർ എഡ്ജ് എത്ര ഹൈറ്റിൽ പ്രൊവൈഡ് ചെയ്യണം, ക്യാപിറ്റൽ ഇ ഈസ് ഈക്വൽ ടു സ്മോൾ ഇ ഇൻറ്റു ക്യാപിറ്റൽ ബി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഒരു കർവിന്റെ പോർഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇന്നർ എഡ്ജ്, ഇത് നമ്മുടെ ഔട്ടർ എഡ്ജ് ആണ്. അപ്പോൾ ഇന്നർ എഡ്ജ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഔട്ടർ എഡ്ജ് എന്താണ്, ഇത്രയും ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ആ ഒരു ഹൈറ്റ് ക്യാപിറ്റൽ ഇ ആണ്. ഈ ഒരു പേയ്മെന്റിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബിയും ആണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഇ ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാം, ഇ ഇൻറ്റു ക്യാപിറ്റൽ ബി, വെയർ ഇ ഈസ് ദി സൂപ്പർ എലിവേഷൻ അല്ലെങ്കിൽ കണ്ട്. ഓക്കെ, ഇങ്ങനെ റേസ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത്, നമ്മുടെ വെഹിക്കിൾ ഓവർടേൺ ചെയ്യാനോ സ്കിഡ് ചെയ്യാനോ പാടില്ല, സേഫ് ആയിട്ട് കർവിൽ കൂടി നെഗോഷിയേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർ എലിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എത്ര സൂപ്പർ എലിവേഷൻ പ്രൊവൈഡ് ചെയ്യണം, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മളൊരു വെഹിക്കിൾ നോക്കിക്കഴിഞ്ഞാൽ കർവിൽ കൂടി പോകുമ്പോൾ, കർവ് ഒരു ട്രാൻസ്വേഴ്സ് സ്ലോപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കർവിൽ കൂടി ഒരു വെഹിക്കിൾ പോകുമ്പം അതിന്റെ വെയിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് ഡയറക്റ്റ് താഴേക്ക് ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നുണ്ട് ഡബ്ല്യു. പക്ഷെ നമ്മുടെ ഈ ഒരു കർവ് എന്ന് പറയുമ്പോഴത്തേക്കും അത് സ്ലോപ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സ്ലോപ്പിനനുസരിച്ച് ഡബ്ല്യു എന്ന് പറയുന്ന കമ്പോണന്റ്, ഡബ്ല്യുവിന്റെ രണ്ട് കമ്പോണൻസിനെ നമ്മൾ എടുക്കും, ഡബ്ല്യു കോസ് ആൽഫ എന്നും ഡബ്ല്യു സൈൻ ആൽഫ എന്നും രണ്ട് കമ്പോണൻസ്. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, ഫ്രം ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി വെഹിക്കിൾ ആണ് നമ്മുടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പി ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അതെന്താണ്, നമ്മുടെ ഈ ഒരു എക്സാക്ട് ഹൊറിസോണ്ടൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനെയും നമുക്ക് എന്താണ്, വിത്ത് റെസ്പെക്ട് ടു ദി കർവ് നമുക്ക് അതിനെയും രണ്ട് കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പി കോസ് ആൽഫ എന്നും അതുപോലെ പി സൈൻ ആൽഫ എന്നും നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൊറിസോണ്ടൽ കമ്പോണൻസിനെ മാത്രം യൂസ് ചെയ്ത് റിസോൾവ് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു സൂപ്പർ എലിവേഷന്റെ വാല്യൂ എത്രയാണ് അല്ലെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ആർ റേഡിയസ് ഉള്ള ഒരു കർവിൽ കൂടി നമ്മുടെ ഒരു വെഹിക്കിള് മൂവ് ചെയ്യാണ്. അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് v മീറ്റർ പെർ സെക്കൻഡും ആണ്. അപ്പൊ അവിടെ ഏതൊക്കെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി വെഹിക്കിളിൽ കൂടി. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് WV²/GR ആണ്. പിന്നെ ആക്ട് ചെയ്യുന്നത് എന്താണ്, ആ ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആയിട്ട് ആര് ആക്ട് ചെയ്യുന്നുണ്ട്, വെഹിക്കിളിന്റെ വെയിറ്റ് W ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ റോഡിൽ കൂടി ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സും ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുമല്ലോ. നമ്മുടെ വെഹിക്കിളിന്റെ ടയറും ആ ഒരു റോഡും തമ്മിൽ, ആ ഒരു പേയ്മെന്റും തമ്മിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ബിറ്റ്വീൻ ദി വീൽസ് ആൻഡ് ദി പേയ്മെന്റ്. ഓക്കെ, അതെന്ത് ചെയ്യുന്നു, കോൺട്രാക്ഷൻസ് ട്രാൻസ്വേഴ്സലി അലോങ് ദി പേയ്മെന്റ് സർഫസ് ടുവേർഡ്സ് ദി സെന്റർ ഓഫ് ദി കർവ്, കർവിലേക്കാണ്. അതായത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത് അവേ ഫ്രം ദി സെന്റർ ആണ് ആക്ട് ചെയ്യുന്നത്. അതേസമയം ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ടുവേർഡ്സ് ദി സെന്റർ ഓഫ് ദി കർവ് ആണ് ആക്ട് ചെയ്യുന്നത്. രണ്ടും ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇറ്റ്സ് ക്ലിയർലി മാർക്ക്ഡ് ഇൻ ദിസ് ഫിഗർ. ഓക്കെ, ഇവിടെ എഫ് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എഫ് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് എങ്ങോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നത്, സെന്റർ ഓഫ് ദി കർവിലേക്കാണ് ആ ഒരു എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ മൂന്ന് ഫോഴ്സസ് ആണ് ഉള്ളത്. നമുക്ക് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അവേ ഫ്രം ദി സെന്റർ ഉണ്ട്, അറ്റ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി വെഹിക്കിൾ. അതുപോലെ തന്നെ വെയിറ്റ് ഓഫ് ദി വെഹിക്കിൾ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ഉണ്ട്. അതുപോലെ ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ട്. ഈ മൂന്ന് ഫോഴ്സസ് ആണ് അവിടെ നമുക്ക് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അലോങ് ദി ഡയറക്ഷൻ ഓഫ് ദി കർവ്, ആ ഒരു കർവിന്റെ ട്രാൻസ്വേഴ്സ് സ്ലോപ്പിന്റെ ഡയറക്ഷനിൽ നമ്മൾ അതിനെ റിസോൾവ് ചെയ്തെടുക്കും. റിസോൾവ് ചെയ്തെടുത്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സൂപ്പർ എലിവേഷന്റെ ഇക്വേഷൻസ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു ഫൈനൽ ഇക്വേഷൻ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഈ ഒരു ഫൈനൽ ഇക്വേഷൻ, സൂപ്പർ എലിവേഷന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് E plus F is equal to V²/GR എന്നാണ് വരുന്നത്. Where E is the super elevation, F എന്ന് പറയുന്നത് എന്താണ്, coefficient of lateral friction. F എന്ന് പറയുന്നത് എന്താണ്, F is coefficient of lateral friction. ഓക്കെ, നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിൽ ഉള്ളതാണ് കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷൻ ആണ് എഫ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഈക്വൽ ടു V²/GR എന്നാണ് നമുക്ക് കിട്ടുന്നത്. വെയർ V ഈസ് ദി സ്പീഡ് ഓഫ് ദി വെഹിക്കിൾ ഇൻ മീറ്റർ പെർ സെക്കൻഡ്, G ഈസ് ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് ക്യാപിറ്റൽ R ഈസ് ദി റേഡിയസ് ഓഫ് ദി കർവ് ഇൻ മീറ്റർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക്
ഈ ഒരു വെലോസിറ്റി കിലോമീറ്റർ പെർ അവറിലായാൽ, ഇവിടെ മീറ്റർ പെർ സെക്കൻഡിലാണ്, വെലോസിറ്റി കിലോമീറ്റർ പെർ അവറിലായാൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവുന്നു? ഇ പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 127 R എന്നായിട്ട് മാറുന്നു. അതായത് മീറ്റർ പെർ സെക്കൻഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റുന്നു. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് 18/5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ 18/5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പിന്നെ ഇവിടെ ഒരു ജി ഉണ്ട്. ജിന്റെ വാല്യൂ എത്രയാണ്? 9.81 ആണ്. ആ ഒരു വാല്യൂ കൂടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 127 R എന്ന് കിട്ടുന്നത്. ഇ പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 127 R. ഈ ഇക്വേഷൻ ആയിരിക്കും നമുക്ക് പ്രോബ്ലത്തിന് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്നത്. കാര്യം വെഹിക്കിൾസിന്റെ ഒക്കെ സ്പീഡ് യൂഷ്വലി തരാറുള്ളത് കിലോമീറ്റർ പെർ അവറിലാണ് പ്രോബ്ലം ചെയ്യാൻ. അപ്പം ഈ ഒരു ഇക്വേഷൻ 127 Rന്റെ ഇക്വേഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്നത്. ഇവിടെ വെലോസിറ്റി കിലോമീറ്റർ പെർ അവറിലാണ്, റേഡിയസ് മീറ്ററിൽ തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നും ഇല്ല. ഓക്കെ, ഇ പ്ലസ് എഫ് എസ് ബി സ്ക്വയർ ബൈ 127 R. ഇതാണ് നമ്മുടെ സൂപ്പർ എലിവേഷന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എഫ് എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷനുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്? ഇതില് ഇത് ക്യാപിറ്റൽ ഇ അല്ല, സ്മോൾ ഇ ആണ്. ഇ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ. അതിനെ നമ്മൾ ടാൻ തീറ്റ, അതായത് സ്ലോപ്പ് ആയിട്ട് ടാൻ തീറ്റ എന്നും അതിനെ കൊടുക്കാറുണ്ട്. എഫ് എന്ന് പറയുന്നത് ഡിസൈൻ വാല്യൂ ഓഫ് ദി ലാറ്ററൽ ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ്. അതിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 0.15 ആണ്. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ 0.15 ആണ്. ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് നമ്മൾ ഡിസൈൻ ഓഫ് സൂപ്പർ എലിവേഷൻ പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ വി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദി വെഹിക്കിൾ. മീറ്റർ പെർ സെക്കൻഡിലാവാം, അതുപോലെ തന്നെ കിലോമീറ്റർ പെർ അവറിലും ആവാം. അതിനനുസരിച്ച് ഇക്വേഷനിൽ ചേഞ്ച് വരും. ആർ ഈസ് ദി റേഡിയസ് ഓഫ് ദി ഹൊറിസോണ്ടൽ കർവ് ഇൻ മീറ്റർ ആൻഡ് ജി ഈസ് ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ദാറ്റ് ഈസ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ഇ പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 127 R. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നോക്കാം, എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്. നമുക്കിവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? The radius of a horizontal curve is 100 meter. Design speed is 50 km per hour and design coefficient of lateral friction is 0.15. We have to calculate the super elevation required if full lateral friction is assumed to develop. Second one, calculate the coefficient of friction needed if no super elevation is provided. And third one, calculate the equilibrium super elevation if the pressure on inner and outer wheels should be equal. 3 parts ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്? ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് റേഡിയസ് ഓഫ് ദി കർവ് ആണല്ലേ. റേഡിയസ് ഓഫ് ദി കർവ് എന്താണ്? ക്യാപിറ്റൽ ആർ ആണ്. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. Okay, then design speed is 50 km per hour. അതായത് ബി ആണ് തന്നിരിക്കുന്നത് 50 km per hour. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഡിസൈൻ കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷൻ ഈസ് സ്മോൾ എഫ്. സ്മോൾ എഫിന്റെ വാല്യൂ 0.15 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ 3 കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കാൽക്കുലേറ്റ് ദ സൂപ്പർ എലിവേഷൻ റിക്വയർഡ് ഇഫ് ഫുൾ ലാറ്ററൽ ഫ്രിക്ഷൻ ഈസ് അസ്യൂംഡ് ടു ഡെവലപ്പ്. ഓക്കെ, അതായത് നമുക്ക് ലാറ്ററൽ ഫ്രിക്ഷൻ തന്നിരിക്കുന്നത് 0.15 ആണ്. അപ്പോൾ ഈ 0.15 ലാറ്ററൽ ഫ്രിക്ഷൻ, ആ കംപ്ലീറ്റ് ലാറ്ററൽ ഫ്രിക്ഷനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര സൂപ്പർ എലിവേഷൻ പ്രൊവൈഡ് ചെയ്യണം? അതായത് നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? ഇ പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 127 R. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. വേർ വി ഈസ് ഇൻ കിലോമീറ്റർ പെർ അവർ. ഇവിടെ കിലോമീറ്റർ പെർ അവറിലാണ്. സോ ഇ പ്ലസ് എഫ് ഇസ് വി സ്ക്വയർ ബൈ 127 R ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫുൾ ലാറ്ററൽ ഫ്രിക്ഷൻ ഈസ് അസ്യൂംഡ് ടു ഡെവലപ്പ്. നമുക്ക് തന്നിരിക്കുന്ന ലാറ്ററൽ ഫ്രിക്ഷൻ ഫുൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് എഫിന്റെ വാല്യൂ 0.15 ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റെ വാല്യൂ എത്ര വരണം എന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ചൂടെ? വി അറിയാം, ആർ അറിയാം, എഫ് അറിയാം. അപ്പോൾ ഇ കണ്ടുപിടിച്ചൂടെ? ഇ എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഇ പ്ലസ് എഫ് എന്ന് പറയുന്നത് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 127 R എന്നാണ്. അപ്പം E is equal to V square by 127 R minus F അല്ലേ? V എത്രയാണ്? 50 ആണ്. അപ്പം 50 സ്ക്വയർ ഡിവൈഡഡ് ബൈ 127 ഇൻറ്റു 100 മൈനസ് 0.15. ഓക്കെ ആണേ? ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിന്റെ വാല്യൂ നമുക്ക് എത്രയെന്നാണ് കിട്ടുന്നത്?
50 സ്ക്വയർ ബൈ 127 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് പോയിന്റ് എന്താണ് 917 എന്ന് കിട്ടും, മൈനസ് 0.15. ഓക്കെ, അപ്പം 0.047 അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്ത് കിട്ടും, ഇന്റെ വാല്യൂ, സൂപ്പർ എലിവേഷന്റെ വാല്യൂ എത്രയാണ് നമുക്ക് വരുന്നത്, എത്രയാണ് 50 സ്ക്വയർ ഡിവൈഡഡ് ബൈ 127 ഇൻറ്റു 100 0.197 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, പിന്നെന്താണ്, അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, 0.15, അതായത് ഫുൾ ആയിട്ടുള്ള ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ആ ഒരു 0.15 കൂടി നമുക്ക് മൈനസ് ചെയ്യണം. സോ നമുക്ക് ഇയുടെ വാല്യൂ, സൂപ്പർ എലിവേഷന്റെ വാല്യൂ കിട്ടുന്നത് 0.047 എന്നാണ്, 0.048 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഫുൾ ആയിട്ടുള്ള ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ സൂപ്പർ എലിവേഷന്റെ വാല്യൂ 0.047 ആണ്. ഫൈൻ. ഇനി അടുത്ത പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്, കാൽക്കുലേറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നീഡഡ് ഇഫ് നോ സൂപ്പർ എലിവേഷൻ ഈസ് പ്രൊവൈഡഡ്. സൂപ്പർ എലിവേഷൻ ഒന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ എത്ര കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ വേണമെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഇക്വേഷൻ, E + F = V² / 127R. ഇതിൻ്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നീഡഡ് എഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇഫ് നോ സൂപ്പർ എലിവേഷൻ ഈസ് പ്രൊവൈഡഡ്, അതായത് ഇ എന്ന് പറയുന്ന ഒരു ടേം ഇല്ല, ഇ നമ്മൾ കൊടുക്കുന്നില്ല, ഇന്റെ വാല്യൂ 0 ആണ് എങ്കിൽ എഫിന്റെ വാല്യൂ എത്ര വരും കണ്ടുപിടിച്ചൂടെ. എഫ് = എത്രയാണ്, V² / 127R. വി എത്രയാ, 50 സ്ക്വയർ ഡിവൈഡഡ് ബൈ 127 ഇൻറ്റു 100 എത്രയാ വരുന്നത്, 0.917 അല്ലേ, 0.197 ആണ് നമുക്ക് അവിടെ കൊടുക്കേണ്ട കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതായത് സൂപ്പർ എലിവേഷൻ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഇഫ് നോ സൂപ്പർ എലിവേഷൻ ഈസ് പ്രൊവൈഡഡ് എത്രയാണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, 0.197 ആണ്. അതാണ് സെക്കൻഡ് പാർട്ടിന്റെ ആൻസർ വരുന്നത്. ഇനി മൂന്നാമത്തെ പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്, കാൽക്കുലേറ്റ് ദ ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ ഇഫ് ദി പ്രഷർ ഓൺ ഇന്നർ ആൻഡ് ഔട്ടർ വീൽസ് ഷുഡ് ബി ഈക്വൽ. ഓക്കെ, അതായത് എന്താണ്, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ, ഇയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്, ഇഫ് ദി pressure on inner and outer wheels should be equal. ഇന്നർ ആൻഡ് ഔട്ടർ വീൽസിലെ പ്രഷർ ഈക്വൽ ആയിരിക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവർ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാവണം, 0 ആയിരിക്കണം, അതായത് അവിടെ ഫ്രിക്ഷൻ ഒന്നും ഉണ്ടാവരുത് എന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രഷർ ഓൺ ഇന്നർ ആൻഡ് ഔട്ടർ വീൽസ് ഈക്വൽ ആവുക മീൻസ് അവിടെ ഫ്രിക്ഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. എഫിന്റെ വാല്യൂ 0 ആണ്. എഫിന്റെ വാല്യൂ 0 ആണെങ്കിൽ ഇയുടെ വാല്യൂ എത്ര വരണം, ഇവിടെ എന്തായിരുന്നു, ഇവിടെ ഇയുടെ വാല്യൂ 0 ആണെങ്കിൽ എഫിന്റെ വാല്യൂ എത്ര വരണം എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഇവിടെ വന്നപ്പോൾ അത് നേരെ തിരിഞ്ഞു, എഫിന്റെ വാല്യൂ 0 ആണെങ്കിൽ ഇയുടെ വാല്യൂ എത്ര വരണം, എങ്ങനെ കണ്ടുപിടിക്കും, E = V² ഡിവൈഡഡ് ബൈ 127R. എത്രയാണ്, 50 സ്ക്വയർ ഡിവൈഡഡ് ബൈ 127 ഇൻറ്റു 100. ഇവിടെ നമുക്ക് സെയിം തന്നെ വരും, 0.197. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. ഈ ഇക്വേഷന്റെ തന്നെ ആപ്ലിക്കേഷൻ ആണ്. എഫിന്റെ വാല്യൂ നമുക്ക് ഫുൾ ആയിട്ട് തന്നിരുന്നു, അങ്ങനെയാണെങ്കിൽ ഇ എത്ര വരണം, അത് കഴിഞ്ഞ് എഫ് ഇല്ലെങ്കിൽ ഇ എത്ര വരണം, പിന്നെ ഇ ഇല്ലെങ്കിൽ എഫ് എത്ര വരണം, ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ചോദിച്ചിരിക്കുന്നു. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം അല്ലേ, എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ടോപ്പിക് എന്ന് പറയുമ്പോൾ നമുക്ക് സൂപ്പർ എലിവേഷന്റെ കുറച്ച് ലിമിറ്റിനെ പറ്റിയാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു പ്രോബ്ലം ഇവിടെ ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് ഇയുടെ വാല്യൂ കിട്ടിയത്, ഇയുടെ വാല്യൂ ഇവിടെ നമുക്ക് 0.047 എന്ന് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇയുടെ വാല്യൂ 0.197 എന്നൊക്കെ കിട്ടി ഇല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫറെന്റ് വാല്യൂസ് കിട്ടി. സോ നമ്മുടെ IRC ഇന്ത്യൻ റോഡ് കോൺഗ്രസ് IRC 37 ഈ സൂപ്പർ എലിവേഷന്റെ ഒക്കെ ലിമിറ്റിനെ പറ്റി ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളൊരു റോഡ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഈ ഒരു ലിമിറ്റ് വരെ സൂപ്പർ എലിവേഷൻ പോവാവൂ, അതിനപ്പുറത്തേക്ക് സൂപ്പർ എലിവേഷൻ പോവരുത്, മാക്സിമം ഇത്രയേ കൊടുക്കാവൂ എന്ന് IRC ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. അതിനെ പറ്റിയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സൂപ്പർ എലിവേഷൻ കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞല്ലോ. അതായത് ഓവർ ടേണിംഗ് എഫക്ട്, സ്കിഡിംഗ് എഫക്റ്റിനെ ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. എന്നിരുന്നാലും അതിന് നമ്മൾ ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് ഒരു കോൺസ്റ്റന്റ് റേഡിയസിൽ ഒരു പെർട്ടിക്കുലർ സ്പീഡിൽ പോകാൻ പറ്റുന്ന ഒരു റോഡാണെങ്കിൽ, ഡിസൈൻ സ്പീഡ് ഉള്ള ഒരു റോഡാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം,
ഒരു ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സൂപ്പർ എലിവേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യാനുള്ളത്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, IRC പറഞ്ഞിരിക്കുന്നത് പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ സ്നോ ബൗണ്ട് ഏരിയാസിൽ, പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ ഇൻ സ്നോ ബൗണ്ട് ഏരിയാസ് നമുക്ക് സൂപ്പർ എലിവേഷന്റെ വാല്യൂ പറഞ്ഞിരിക്കുന്നത് 7% എന്നാണ്. 7% എന്ന് പറയുമ്പോൾ എന്താണ്, 7/100 അല്ലെങ്കിൽ 0.07 ആണ് പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻസിന്റെ കേസിലെ മാക്സിമം സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മാക്സിമം സൂപ്പർ എലിവേഷൻ ഇൻ പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻസ് ഈസ് 0.07. നമ്മുടെ എക്സാമിന് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്നത് ഈ ഒരു വാല്യൂവിനായിരിക്കും. 0.07 എന്ന് പറയുന്ന വാല്യൂസിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആൻഡ് ആപ്ലിക്കേഷൻ വരുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് ഹിൽ റോഡ്സിൽ, ഓക്കെ, ഹിൽ റോഡ്സിന്റെ കേസിൽ ആണെന്നുണ്ടെങ്കിൽ ഹിൽ റോഡ്സ് നോട്ട് ബൗണ്ട് ബൈ സ്നോ, ഹിൽ റോഡ്സ് സ്നോ ഇല്ലാത്ത ഹിൽ റോഡ്സിന്റെ കേസിലാണെങ്കിൽ നമുക്ക് 10% വരെ യൂസ് ചെയ്യാൻ പറ്റും, അതായത് 0.1 വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രീക്വന്റ് ഇന്റർസെക്ഷൻസ് അർബൻ റോഡ്സിന്റെ കേസസിലാണെങ്കിൽ നമുക്ക് 0.04 വരെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഡിഫറെന്റ് റോഡ്സിന് അവിടുത്തെ കണ്ടീഷൻസ് അനുസരിച്ച് സൂപ്പർ എലിവേഷന്റെ വാല്യൂ ഡിഫറെന്റ് ആണ് IRC പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് 0.07 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. പിന്നെ ഗേറ്റ് പോലെയുള്ള എക്സാംസിന്, ഓക്കെ, നമ്മുടെ 3rd ഇയറിൽ 4th ഇയറിലൊക്കെ ഗേറ്റ് എക്സാംസ് വരും. അപ്പോൾ ഗേറ്റ് എക്സാംസിന് നമുക്ക് എല്ലാ വാല്യൂസും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. 10%, 4% എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻസിന് 7% ആണ് അല്ലെങ്കിൽ 0.07 ആണ് എന്നുള്ളത് ഓർത്ത് വെക്കാം, മാക്സിമം സൂപ്പർ എലിവേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ഡിസൈൻ ഓഫ് സൂപ്പർ എലിവേഷൻ ആണ്. സൂപ്പർ എലിവേഷൻ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, ഡിസൈൻ ഓഫ് സൂപ്പർ എലിവേഷൻ ആണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ തരുന്നത് ഇങ്ങനെ ആയിരിക്കും, ഒരു പെർട്ടിക്കുലർ റേഡിയസ് ഉള്ള ഒരു കർവ് ഉണ്ട്, ആ കർവിൽ കൂടി വെഹിക്കിൾ പോവാൻ ഒരു പെർട്ടിക്കുലർ ഡിസൈൻ സ്പീഡും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ എത്ര സൂപ്പർ എലിവേഷൻ പ്രൊവൈഡ് ചെയ്യണം, ആ ഒരു സൂപ്പർ എലിവേഷൻ ഡിസൈൻ ചെയ്യുക എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിന് എന്തൊക്കെയാണ് സ്റ്റെപ്സ് ഉള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് നമുക്കൊരു 4 സ്റ്റെപ്പ് പ്രോസസ് ആണ്. ഓക്കെ, 4 സ്റ്റെപ്പ് പ്രോസസ് ആണ് ഇതിൽ വരുന്നത്. അത് നമുക്കൊരു സ്റ്റോറി ആയിട്ട് വരാം. അപ്പം കറക്റ്റ് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക അതിന്റെ വാല്യൂസ്, ഇക്വേഷൻസ്. സോ നമുക്കതൊരു സ്റ്റോറി ആയിട്ട് പറയാം. അതായത് നമുക്ക് ആരൊക്കെയാണുള്ളത്, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ ഏതാണ്, E+F = V² / 127R. ഇതാണല്ലോ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് ആരൊക്കെയാ ഉള്ളത്, സൂപ്പർ എലിവേഷൻ ഉണ്ട്, അതുപോലെ കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷൻ ഉണ്ട്, വെഹിക്കിൾ പോകുന്ന വെലോസിറ്റി ഉണ്ട്. 6 കോൺസ്റ്റന്റ്, 6 അവിടെ ഇരിക്കട്ടെ, അത് പ്രത്യേകിച്ച് ഉപദ്രവമൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ സൂപ്പർ എലിവേഷൻ ഉണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷൻ ഉണ്ട്, വെഹിക്കിൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റി ഉണ്ട്, 3 പേരുണ്ട്. ഇവരെ നമുക്ക് 2 ഗ്രൂപ്പ് ആക്കാം. ഓക്കെ, അതായത് സൂപ്പർ എലിവേഷനും അതുപോലെ കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷൻ, ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ ഹീറോസും ഹീറോയുടെ ഫ്രണ്ടും. സൂപ്പർ എലിവേഷൻ ആണ് ഹീറോ, ഹീറോയുടെ ഫ്രണ്ട് ആണ് കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷൻ. ഇനി വെലോസിറ്റി എന്ന് പറയുന്നത് വില്ലൻ ആണ്. ഓക്കെ, ഹീറോയും ഉണ്ട് വില്ലനും ഉണ്ട്, ഹീറോയ്ക്ക് ഒരു ഫ്രണ്ടും ഉണ്ട്. സോ നമ്മൾ ഇവരെ 2 ഗ്രൂപ്പ് ആക്കി. ഇനി നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണ്, നമ്മുടെ ഹീറോ ഒറ്റയ്ക്ക് വരാണ്, അതായത് നമ്മുടെ സൂപ്പർ എലിവേഷൻ ഒറ്റയ്ക്ക് വരികയാണ്. സൂപ്പർ എലിവേഷൻ ഒറ്റയ്ക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ വില്ലൻ നോക്കുമ്പോൾ എന്താണ്, ഓക്കെ, സൂപ്പർ എലിവേഷൻ ഒറ്റയ്ക്കാണ് വരുന്നത്, സോ ഞാൻ എൻ്റെ ഫുൾ എനർജി എടുക്കണ്ട, കുറച്ച് എനർജി എടുത്ത് നമുക്ക് സൂപ്പർ എലിവേഷനെ അങ്ങ് ഒതുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഹീറോയെ അങ്ങ് ഒതുക്കാം. സോ നമ്മുടെ വില്ലൻ ആരാണ്, വെലോസിറ്റി ആണ്. അപ്പൊ നമ്മുടെ വില്ലൻ എന്ത് വിചാരിക്കും, ഓക്കെ, എനിക്ക് ഫുൾ ഒരു എനർജി ഉണ്ട്, എൻ്റെ ഫുൾ എനർജി ഞാനിപ്പോൾ വേസ്റ്റ് ചെയ്യേണ്ട ഈ ഒരു ഹീറോയെ ഒതുക്കാൻ. അതുകൊണ്ട് ആ ഒരു വില്ലൻ എന്ത് ചെയ്യും, അയാളുടെ കുറച്ച് എനർജിയെ യൂസ് ചെയ്യും. അപ്പൊ നമ്മുടെ വെലോസിറ്റി ആണ്, വെലോസിറ്റിയുടെ കുറച്ച് എനർജിയെ യൂസ് ചെയ്യത്തുള്ളൂ, അതായത് ഒരു 0.75% എനർജിയെ വില്ലൻ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 0.75 V മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. എപ്പോ, ഹീറോ ഒറ്റയ്ക്ക് വരുമ്പോൾ. ഹീറോ ആരാ, സൂപ്പർ എലിവേഷൻ ഒറ്റയ്ക്ക് വരുമ്പോൾ കുറച്ച് എനർജി 75% യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്, ഹീറോ ഒറ്റയ്ക്കാണ് വരുന്നത്, വില്ലൻ ഇവിടെ നിൽപ്പുണ്ട്, V² / 127R ആണ്. പക്ഷേ വില്ലൻ എന്താ ഉദ്ദേശിക്കുന്നത്, ഹീറോ ഒറ്റയ്ക്കായതുകൊണ്ട് 75%, കുറച്ച് എനർജി മതി. സോ എത്രയാവും, 0.75 V / 127R. അത് 0.75 V സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും ഡിവൈഡഡ് ബൈ 127R എന്ന് പറയുമ്പോൾ അത് എത്രയായിട്ട് മാറും, V² / 225R എന്നാക്കി മാറും. ഓക്കെ,
ആ സ്റ്റെപ്പ് മനസ്സിലായോ? ആദ്യം ഹീറോ ഒറ്റയ്ക്കാണ് വരുന്നത്, അപ്പോൾ വില്ലൻ കുറച്ച് എനർജിയെ യൂസ് ചെയ്യുള്ളൂ. കുറച്ച് എനർജി എന്ന് പറയുമ്പോൾ 75% യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, 0.75 v the whole square by 127 r, അതല്ലെങ്കിൽ v square by 225 r. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇന് ഒരു വാല്യൂ കിട്ടി. അതായത് വില്ലന്റെ കുറച്ച് എനർജി യൂസ് ചെയ്തപ്പോൾ തന്നെ ഹീറോയ്ക്ക് കുറെ പണി കിട്ടി. ഹീറോയ്ക്ക് കിട്ടിയ പണി, അതായത് നമ്മുടെ സൂപ്പർ എലിവേഷന് കിട്ടിയ പണി 0.07 ചെറുതാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു സൂപ്പർ എലിവേഷന്റെ മാക്സിമം വാല്യൂ 0.07 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത സൂപ്പർ എലിവേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.07 ചെറിയ വാല്യൂ ആണെങ്കിൽ ഓക്കെ, അത് മതി. നമുക്കിനി ഫർദർ സ്റ്റെപ്സിലോട്ടൊന്നും പോവണ്ട. ഓക്കെ, അതായത് എന്താണ്, ഹീറോയ്ക്ക് 0.07 വരെ പോവാം, പക്ഷെ ഇപ്പം 0.07 ചെറിയൊരു വാല്യൂ വരെ അവന് പണി കിട്ടുള്ളൂ. അതായത് ഇനിയും ബാക്കി എനർജി ഉണ്ട്. അപ്പം ഇവർ രണ്ടുപേരും കൂടി ഒരു തീരുമാനത്തിൽ എത്തിക്കോളും. സോ നമ്മൾ കൂടുതലായിട്ട് ഇടപെടാൻ പോവണ്ട. 0.07 ചെറിയ വാല്യൂ ആണെങ്കിൽ ഓക്കെ, നമുക്കത് പ്രൊവൈഡ് ചെയ്യാം, നമ്മുടെ ഡിസൈൻ തീർന്നു. അതല്ല, ഇഫ് ദി വാല്യൂ ഓഫ് ഇ ഈസ് എക്സീഡ്സ് 0.07, ഓക്കെ, 0.07 വലിയ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാര്യം 0.07 വരെ വരാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 0.07 കൊടുക്കും. 0.07 കൊടുക്കും. ഇനി ഇയെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല. ഓക്കെ, ഹീറോ അതിന്റെ മാക്സിമത്തിൽ എത്തി, ഇനി ഹീറോയെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല. പക്ഷെ വില്ലന്റെ ഇനി എനർജി ബാക്കി ഇരിപ്പുണ്ട് അല്ലെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. പ്രൊസീഡ് വിത്ത് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇത്രയും മനസ്സിലായല്ലോ. ആദ്യം ഹീറോ ഒറ്റയ്ക്ക് വരുന്നു, വില്ലൻ കുറച്ച് എനർജി എടുക്കുന്നു. ഹീറോയ്ക്ക് കിട്ടുന്നത് മാക്സിമത്തിനെക്കാട്ടിലും കുറവാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമുക്ക് അവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യാം. അതല്ല, ഹീറോയ്ക്ക് മാക്സിമത്തിനേക്കാളും വലിയ വാല്യൂ 0.07 വലിയ വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ 0.07 കൊടുക്കും. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അതായത് വില്ലന്റെ ഇനി ബാക്കി എത്രയുണ്ട്, ബാക്കി കുറച്ച് എനർജിയും കൂടെ വില്ലന്റെ ഇരിപ്പുണ്ട്. പക്ഷെ ഹീറോ ഒരു പരുവമായി. ഇനി എന്ത് ചെയ്യും, ഹീറോയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് വരും. അടുത്ത സ്റ്റെപ്പ് 3, മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താണ്, ഹീറോയെ രക്ഷിക്കാൻ ഫ്രണ്ട് വരും. ഫ്രണ്ട് ആരാ, നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. അപ്പൊ ഇത്തവണ നോക്കുമ്പോഴത്തേക്കും ആരൊക്കെയാ വരുന്നേ, ഹീറോയും ഉണ്ട് ഫ്രണ്ടും ഉണ്ട് അല്ലെ. അപ്പം രണ്ടുപേരും കൂടി വരുമ്പോഴത്തേക്കും വില്ലൻ എന്ത് വിചാരിക്കും, ഓ രണ്ടുപേരുണ്ട്, അപ്പൊ ഞാൻ എന്തായാലും മൊത്തം എനർജിയും എടുത്തേ പറ്റുള്ളൂ. സോ നമ്മുടെ ഇക്വേഷൻ E + F = v² / 127 r എന്ന് തന്നെയാവും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ആരാ, ഹീറോയും ഫ്രണ്ടും കൂടിയാ വരുന്നേ. ഇപ്പൊ ഹീറോയുടെ വാല്യൂ എത്രയാ, നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് എപ്പോഴാണ് നമ്മൾ പോകുന്നത്, ഹീറോ മാക്സിമത്തിൽ എത്തി, അപ്പോഴാണ് ഫ്രണ്ട് രക്ഷിക്കാൻ വരുന്നത് അല്ലെ. അപ്പം ഹീറോ മാക്സിമത്തിൽ എത്തി. സോ ഇന്റെ വാല്യൂ 0.07 ആണ്. ഓക്കെ, 0.07 ആണ് ഇന്റെ വാല്യൂ. അപ്പം ഫ്രണ്ട് എത്ര എടുക്കണം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ എഫ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, v² / 127 r മൈനസ് ഇ എത്രയാ, 0.07. അപ്പൊ നമുക്ക് ഫ്രണ്ടിനും വാല്യൂ കിട്ടും, കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷനും വാല്യൂ കിട്ടും. ഇനി ഇവിടെ നമുക്ക് കിട്ടുന്ന എഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 0.15 ആണെങ്കിൽ, കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ 0.15 ആണ്. അപ്പോൾ 0.15 ചെറിയ വാല്യൂ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, അത് പ്രൊവൈഡ് ചെയ്യാം. അപ്പം എഫിന്റെ വാല്യൂ 0.15 ചെറിയ ഒരു വാല്യൂ. സൂപ്പർ എലിവേഷൻ എത്രയായിരുന്നു, 0.07 ആണ് അല്ലെ. ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന 0.07 ആണ്. ആ രണ്ട് വാല്യൂസ് E = 0.07 എഫിന് എന്താണ് ലെസ് ദാൻ 0.15, ഈ രണ്ട് വാല്യൂസ് നമ്മൾ കൊടുത്തു, നമ്മുടെ ഡിസൈൻ ഓക്കെ. അതല്ല, എഫിന്റെ വാല്യൂ 0.15 വലിയ വാല്യൂ ആണെങ്കിൽ, അതായത് നമ്മൾ ഈ ഒരു വില്ലനെ ഒപ്പോസ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പം ഹീറോ ആദ്യമേ എന്തായി, സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വന്നപ്പോഴത്തേക്കും ഹീറോ അതിന്റെ മാക്സിമത്തിൽ എത്തി. അപ്പോഴാണ് നമ്മൾ ഫ്രണ്ടിനെയും കൂടി കൊണ്ടുവന്നിട്ട് നോക്കിയപ്പോഴും ഫ്രണ്ടും എന്തായി, മാക്സിമത്തിൽ എത്തി. എന്നിട്ട് നമുക്ക് വില്ലനെ ഒതുക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നൈസായിട്ട് വില്ലനെ അങ്ങ് മാറ്റും. ഓക്കെ, അതായത് ഹീറോയും ഫ്രണ്ടും ജയിക്കണം, വില്ലൻ അങ്ങനെ ജയിക്കാൻ പറ്റത്തില്ല. അപ്പം ഹീറോയും മാക്സിമത്തിൽ എത്തി, ഫ്രണ്ടും മാക്സിമത്തിൽ എത്തി. 0.15 0.07 വലിയ വാല്യൂ. അപ്പൊ നമ്മൾ ആ 0.15 0.07 എന്നുള്ള രണ്ട് വാല്യൂസിൽ ഫിക്സ് ചെയ്തു. എന്നിട്ടും വില്ലൻ ഇങ്ങനെ ജയിച്ച് നിൽക്കാം. അപ്പൊ നമ്മൾ നൈസായിട്ട് വില്ലനെ അങ്ങ് മാറ്റും. അതാണ് നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യുന്നു, പുതിയ വില്ലനെ കണ്ടുപിടിക്കും. അതായത് ഇവർക്ക് രണ്ടുപേർക്കും, ഹീറോയ്ക്കും ഫ്രണ്ടിനും കൂടി തോപ്പിക്കാൻ പറ്റുന്ന വില്ലൻ ആരാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കും. അപ്പം E + F = v² / 127 r എന്നാണ്. ഇന്റെ വാല്യൂ
0.07, എഫിന്റെ വാല്യൂ 0.15. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ബി ആരാണെന്ന് നോക്കും. ബിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. അതായത് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 127r ഇൻറ്റു ഇ പ്ലസ് എഫ്, അല്ലെങ്കിൽ ബി ഇസ് ഈക്വൽ ടു √127r ഇൻറ്റു ഇ പ്ലസ് എഫ്. ഇവിടെ നമുക്ക് ഇന്റെ എഫിന്റെ ഒക്കെ വാല്യൂസ് അറിയാം. എത്രയാണ്? മാക്സിമത്തിൽ എത്തിയപ്പോഴല്ലേ നമ്മൾ വില്ലനെ മാറ്റാൻ നോക്കിയേ. അപ്പം മാക്സിമം എന്ന് പറയുമ്പോൾ 0.07 ഉം 0.15 ഇതിന്റെ റൂട്ട്. ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 29.47 r എന്നുള്ള ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, സോറി 27.94 r എന്ന് നമുക്ക് ഇവിടുത്തെ വാല്യൂ കിട്ടും, വില്ലന്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ 4 സ്റ്റെപ്പ്. ഓക്കെ, അത് സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്റ്റോറി ആക്കിയിട്ട് പറഞ്ഞത്. ആദ്യം സൂപ്പർ എലിവേഷൻ മാത്രം. അപ്പം സൂപ്പർ എലിവേഷൻ മാത്രം വരുമ്പോൾ നമുക്ക് വെലോസിറ്റി മൊത്തം എടുക്കണ്ട, 75% മാത്രം എടുത്താൽ മതി. അപ്പോൾ E is equal to 0.75v the whole square by 127r. അതിൽ ആ 0.75 സ്ക്വയർ ഡിവൈഡഡ് ബൈ 127 എന്നുള്ളതാണ് v സ്ക്വയർ ബൈ 225r എന്നാക്കി മാറുന്നത്. അപ്പോൾ നമുക്ക് ഈക്ക് ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ ലെസ് ദാൻ 0.07 ആണെങ്കിൽ ഓക്കെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. അതല്ല, ആ വാല്യൂ 0.07നേക്കാളും വലിയ വാല്യൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? E is equal to 0.07 എന്ന് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് ബാക്കി കുറച്ച് സൂപ്പർ എലിവേഷൻ കൂടി വേണമെന്ന് കിട്ടിയില്ലേ, അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ കൊണ്ടുവരും? കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷനെ കൊണ്ടുവരും. അങ്ങനെ എഫിനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് എഫിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? E പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 127r എന്നാണ്. അതായത് ഇയും എഫും വരുമ്പോൾ ഫുൾ വെലോസിറ്റി എടുക്കണം. വി സ്ക്വയർ ബൈ 127r എന്നാണ്. അതിൽ നിന്ന് നമ്മൾ എഫിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ഇക്ക് 0.07 ആണ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എഫിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ആ കിട്ടുന്ന എഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.15നേക്കാട്ടിലും ചെറുതാണെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാം. ഇക്ക് 0.07 ഉം എഫിനാ കിട്ടിയ വാല്യൂ. അതല്ല, എഫിന്റെ വാല്യൂ 0.15നേക്കാട്ടിലും വലുതാണെങ്കിലോ എന്ത് ചെയ്യണം? നമ്മൾ എഫിന് 0.15 എന്ന ആ ഒരു മാക്സിമം വാല്യൂ നമ്മളങ്ങ് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് അത്രയും നമുക്ക് അവിടെ ഇനി കൊടുക്കാൻ പറ്റത്തുള്ളൂ, ഇതിന് കൂടുതലായിട്ട് കൊടുക്കാൻ പറ്റില്ല. സോ നമുക്ക് എന്ത് ചെയ്യണം? ആ റോഡിൽ കൂടി പോകുന്ന വെലോസിറ്റി നമ്മൾ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പുതിയ വെലോസിറ്റി കണ്ടുപിടിക്കും. പുതിയ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? v is equal to √27.94r. അതല്ലെങ്കിൽ ഈക്വേഷനും കൂടി പഠിക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡെറൈവ് ചെയ്തെടുത്താൽ മതി. E പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 127r ആണ്. ഇന്റെ എഫിന്റെ വാല്യൂ അറിയാം, 0.07 ഉം 0.15 ഉം. വിന്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ, അങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ 4 സ്റ്റെപ്പില് ഈ ഒരു എന്താണ് ഡിസൈൻ ഓഫ് സൂപ്പർ എലിവേഷൻ ചെയ്യുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറെ കൂടി ക്ലിയർ ആവും. നമുക്ക് ഇതിന്റെ പ്രോബ്ലം നോക്കാം. ഇങ്ങനെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഡിസൈൻ ദി റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ ഫോർ എ ഹൊറിസോണ്ടൽ ഹൈവേ കർവ് ഓഫ് റേഡിയസ് 500 മീറ്റർ ആൻഡ് സ്പീഡ് 100 km/h. നമുക്ക് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈവേ കർവ് ആണ്, റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് ക്യാപിറ്റൽ R is equal to 500 മീറ്റർ. അതുപോലെ അവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് 100 km/h ഉമാണ്. 100 km/h. അപ്പൊ നമുക്ക് ഡിസൈൻ ചെയ്യണം. 4 സ്റ്റെപ്പ് അല്ലേ ഉള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ ഒറ്റയ്ക്ക് വരും അല്ലെ, സൂപ്പർ എലിവേഷൻ ഒറ്റയ്ക്ക്. അപ്പം വെലോസിറ്റി മൊത്തം എടുക്കണ്ട, 75% എടുത്താൽ മതി. സോ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 225r. അപ്പം v എത്രയാ? v is 100. സോ 100 സ്ക്വയർ ഡിവൈഡഡ് ബൈ 225 ഇൻറ്റു റേഡിയസ് ഈസ് 500. അപ്പോൾ നമുക്ക് r-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.089 എന്നാണ് കിട്ടുന്നത്. 0.089 എന്നാണ് r-ന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് നമുക്ക് ഇന്റെ മാക്സിമം വാല്യൂ 0.07 ആണ്. ഇതെന്ന് പറയുന്നത് 0.07നേക്കാട്ടിലും വലുതാണ്. അപ്പോൾ നമുക്കിത് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും, സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകും. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? E is equal to നമ്മൾ 0.07 എന്ന് കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? എഫിനെ കണ്ടുപിടിക്കും. അതായത് E പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു, രണ്ടുപേരോട് ഒരുമിച്ച് വരുമ്പോൾ ഫുൾ വെലോസിറ്റി എടുക്കണം. സോ വി സ്ക്വയർ ബൈ 127r. അതിൽ നിന്ന് നമ്മൾ എഫിന്റെ വാല്യൂ കണ്ടുപിടിക്കും. വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 127r മൈനസ് ഇ. ഇ എത്രയാ? 0.07. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 50 സ്ക്വയർ, സോറി വെലോസിറ്റി ഈസ് 100. സോ 100ന്റെ സ്ക്വയർ
ഓക്കെ 100ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 127 ഇൻറ്റു 500 മൈനസ് 0.07. അപ്പോൾ നമുക്ക് എഫിന്റെ വാല്യൂ ഇവിടെ കിട്ടുന്നത് 0.157 മൈനസ് 0.07 ഇറ്റ്സ് 0.087 എന്നാണ് കിട്ടുന്നത്. 0.087. ഇതെന്ന് പറയുന്നത് നമ്മുടെ എഫിന്റെ മാക്സിമം വാല്യൂസ് 0.15 ആണ്. ഇവിടെ നമുക്ക് 0.08 വന്നോളൂ. ഇറ്റ് ഈസ് ലെസ് ദാൻ 0.15. 0.15-നെക്കാട്ടിലും ചെറിയ വാല്യൂ ആണല്ലേ കിട്ടിയത്. അപ്പൊ നമുക്ക് ഇത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ? പറ്റും. കാര്യം എഫിന്റെ വാല്യൂ മാക്സിമത്തിനെക്കാട്ടിലും ചെറുതാണ് നമുക്ക് കിട്ടിയത്. സോ നമുക്കിത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ദെയർഫോർ നമുക്ക് എന്ത് ചെയ്യാം? പ്രൊവൈഡ് ഇ എത്രയാണ് നമ്മൾ കൊടുത്തത്? 0.07 ആൻഡ് എഫ് എത്ര? 0.087. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ 0.07 മാക്സിമം റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷനും കൊടുത്തു. ബാക്കി വന്ന ഒരു എക്സസ് 0.089 വരെ വേണമായിരുന്നു. അപ്പം അതിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിക്ഷനും കൂടി കൊടുക്കും. 0.087 വരുന്ന ഫ്രിക്ഷനും കൂടി നമ്മൾ അവിടെ കൊടുത്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് നമുക്ക് പ്രോബ്ലം വരുന്നത്. ഇപ്പൊ സപ്പോസ് ഇവിടെ നമുക്ക് ഗ്രേറ്റർ ദാൻ ആയിട്ടൊരു വാല്യൂ, ഇപ്പൊ സപ്പോസ് ഇവിടെ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ എഫിന്റെ വാല്യൂ കണ്ടുപിടിച്ചപ്പോ, ഓക്കെ സെക്കൻഡ് സ്റ്റെപ്പിൽ ഇത് ഞാൻ ജസ്റ്റ് ഒരു കേസ് പറയാണ്, ബാക്കി സ്റ്റെപ്പും കൂടെ പറയാനായിട്ട്. എഫിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് നമുക്ക് 0.162 എന്നെങ്ങാനുമാണ് കിട്ടിയെന്ന് വെക്കുക. അതെന്ന് പറയുന്നത് 0.15-നെക്കാട്ടിലും വലിയ വാല്യൂ ആണല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എഫിന് നമ്മൾ 0.15 എന്ന് കൊടുക്കും. എഫിന് 0.15 എന്ന് കൊടുക്കും. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? എഫും ഇയും മാക്സിമം വാല്യൂസിലാണ് കൊടുത്തത്. ഈ നമ്മൾ നേരത്തെ 0.07 എന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അടുത്ത സ്റ്റെപ്പിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇ പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ 127R ആണ്. അതിൽ നിന്ന് നമ്മൾ ബിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ബി ഇസ് ഈക്വൽ ടു 127R ഇൻറ്റു ഇ പ്ലസ് എഫിന്റെ root of 127R into E plus F. അപ്പം 127 into റേഡിയസ് 500, ഇന്റെ വാല്യൂ 0.07, എഫിന്റെ വാല്യൂ 0.15. ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു വെലോസിറ്റി കിട്ടും. ആ വെലോസിറ്റിയിലെ ഈ ഒരു പെർട്ടിക്കുലർ റോഡിൽ കൂടി നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറയും. ഓക്കെ ആണല്ലോ? ഇത് ഞാൻ ആ ഒരു ബാക്കി സ്റ്റെപ്പ് കൂടെ എക്സ്പ്ലെയിൻ ചെയ്താണ്. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് വേറൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്തതില് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? The design speed of a highway is 80 km/h. There is a horizontal curve of radius 200 meter on a certain locality. Calculate the super elevation needed to maintain this speed. That's the first part. If the maximum super elevation of 0.07 is not to be exceeded, calculate the maximum allowable speed on this horizontal curve as it is not possible to increase the radius. Safe limit of transverse coefficient of friction is 0.15. Okay, കുറച്ചൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ സിമ്പിൾ ആണ്. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് എഴുതി നോക്കാം, അപ്പം കുറെ കൂടി ക്ലിയർ ആവും. സോ പറഞ്ഞിരിക്കുന്നത് സ്പീഡ് തന്നിട്ടുണ്ട്, വെലോസിറ്റി 80 km/h. റൈറ്റ്. പിന്നെ there is a horizontal curve of radius 200 meter. അപ്പം 6 തന്നിട്ടുണ്ട്, 200 meter. എന്താ പറഞ്ഞിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദി സൂപ്പർ എലിവേഷൻ നീഡഡ് ടു മെയിൻറ്റെയിൻ ദി സ്പീഡ്. ഈ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എത്ര സൂപ്പർ എലിവേഷൻ കൊടുക്കണം? നമുക്ക് വേറെ എന്ത് തന്നിട്ടുണ്ട്? സേഫ് ലിമിറ്റ് ഓഫ് ട്രാൻസ്വേഴ്സ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് 0.15. എഫിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എഫ് ഇസ് 0.15. ഈ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം. എഫിന്റെ വാല്യൂ 0.15 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര സൂപ്പർ എലിവേഷൻ കൊടുക്കാം? നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഇ പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു, രണ്ടുപേരും കൂടി വരുമ്പോൾ ഫുൾ വെലോസിറ്റി എടുക്കണം അല്ലേ? ഇ പ്ലസ് F is equal to B square by 127R. അപ്പം E is equal to B square by 127R minus F. B എത്രയാ? 80. 80 square by 127 into R is 200 minus F is 0.15. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് സൂപ്പർ എലിവേഷന്റെ വാല്യൂ കിട്ടുന്നത് 0.142 എന്നാണ്. സോറി ഒരു മിസ്റ്റേക്ക് പറ്റി. അതായത് നമുക്ക് ആദ്യത്തെ കേസിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെലോസിറ്റി തന്നിട്ടുണ്ട്,
അവിടുത്തെ റേഡിയസും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി സൂപ്പർ എലിവേഷൻ നീഡഡ് ടു മെയിൻറ്റെയിൻ ദി സ്പീഡ് എന്നാണ്. ഇവിടെ നമുക്ക് എഫിനെ പറ്റി ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. എഫിന്റെ കാര്യം ലാസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. എഫിനെ പറ്റി ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. സോ നമുക്കിവിടെ എഫ് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ആദ്യത്തെ കേസിൽ എഫിനെ പറ്റി ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് എഫ് കൺസിഡർ ചെയ്യേണ്ട, നമുക്ക് ഇ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പം ഇ മാത്രം വരുമ്പോൾ എങ്ങനെയാ വരുന്നത്? ബി സ്ക്വയർ ബൈ 225r എന്നാണ് വരുന്നത്. ഓക്കെ, ഈ മാത്രമാണെങ്കിൽ 75% എടുത്താൽ മതിയല്ലോ. അപ്പം ബി സ്ക്വയർ ബൈ 225r 225 ഇൻറ്റു 200. സോ നമുക്ക് ഇന്റെ വാല്യൂ കിട്ടുന്നത് 0.142 എന്നാണ്. 0.142. നമ്മുടെ ഇന്റെ മാക്സിമം ലിമിറ്റ് എത്രയാ? 0.07 ആണ്. ഇവിടെ നമുക്ക് 80 എന്ന് പറയുന്ന ഒരു സ്പീഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സൂപ്പർ എലിവേഷൻ 0.142 കൊടുക്കണം. പക്ഷെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കാൽക്കുലേറ്റ് ദി സൂപ്പർ എലിവേഷൻ നീഡഡ് ടു മെയിൻറ്റെയിൻ ദി സ്പീഡ്. ഈ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ എത്ര സൂപ്പർ എലിവേഷൻ വേണം എന്നാണ്. ഈ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ നമുക്ക് സൂപ്പർ എലിവേഷൻ മാത്രമായിട്ട് 0.142 വേണം. അതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ. സെക്കൻഡ് പാർട്ട് വരുന്നത് എന്താണ്? If the maximum super elevation of 0.07 is not to be exceeded, 0.07 exceed ചെയ്യാൻ പാടില്ല. ഇവിടെ 0.142 exceeded ആവുന്നു എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പം നമുക്കറിയാം ഡിസൈനിൽ 0.07 exceed ചെയ്യാൻ പാടില്ല. അപ്പം exceed ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ വെലോസിറ്റി നമ്മൾ എത്രയാക്കി മാറ്റണം? അവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ഫ്രിക്ഷനും 0.15 ആവാൻ പാടുള്ളൂ. ഓക്കെ, അതായത് ഇയും 0.07 ആവാൻ പാടുള്ളൂ, എഫ് 0.5 ആവാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി നമ്മൾ എത്രയാക്കി റീഡിസൈൻ ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 0.142 എന്ന് കിട്ടി. പക്ഷേ നമ്മൾ എന്തേ കൊടുക്കുള്ളൂ? 0.07 കൊടുക്കുള്ളൂ. അപ്പൊ എഫിന്റെ വാല്യൂ നമുക്ക് എത്ര വരും? ബി സ്ക്വയർ ബൈ 127r മൈനസ് 0.07 എന്ന് വരും. അപ്പം എഫിന്റെ വാല്യൂ 80 സ്ക്വയർ ബൈ 127 ഇൻറ്റു 200 മൈനസ് 0.07. എഫിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0.18 എന്നാണ്. പക്ഷെ എഫിന് എത്ര ആവാവൂ? 0.15 ആവാവൂ. സോ നമ്മൾ എഫിന് 0.15 എന്നും കൊടുക്കും, ഇക്ക് 0.07 എന്നും കൊടുക്കും. അപ്പൊ നമ്മുടെ വെലോസിറ്റി എത്രയായിട്ട് മാറും? ഇ പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ 127r എന്നാണ്. ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 127r ഇൻറ്റു ഇ പ്ലസ് എഫ്. അതായത് 127 ഇൻറ്റു 200 ഇൻറ്റു E is 0.07 and F is 0.15. ഇതിന്റെ സിംഗിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് 27.94 എന്ന് പറയുന്നത്. അതായത് ഈ ഒരു 127ഉം 0.07 പ്ലസ് 0.15 കൂടി ചെയ്യുമ്പോൾ നമുക്ക് 27.94 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അതേ ഇൻറ്റു ആറിന്റെ റൂട്ട് എടുത്താൽ മതി, വെലോസിറ്റി ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ആ ഇക്വേഷനും കൂടി പഠിക്കാൻ വയ്യെങ്കിൽ ഉള്ളതാണ് ഞാൻ ഇങ്ങനെ ഡെറൈവ് ചെയ്ത് കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ വരുന്നത്. പഠിക്കാൻ പറ്റുന്നവർ അത് പഠിക്കാം. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് വെലോസിറ്റി, പുതിയ വെലോസിറ്റി എന്ന് പറയുന്നത് 74.75 km/h എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യം നമുക്കൊരു പെർട്ടിക്കുലർ സ്പീഡും റേഡിയസും തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ എത്ര സൂപ്പർ എലിവേഷൻ കൊടുക്കണം? സൂപ്പർ എലിവേഷൻ മാത്രമാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ 75% കൺസിഡർ ചെയ്തു. അപ്പൊ 0.142 എന്ന് കിട്ടി. അപ്പം 0.142 കൊടുക്കണം. പക്ഷേ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കത് കൊടുക്കാൻ പറ്റില്ല, 0.07 കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ എഫ് എത്ര വരും? നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ആണ്. എഫ് എത്ര വരും? 0.18 എന്ന് വരും. അതും നമുക്ക് കൊടുക്കാൻ പറ്റില്ല, മാക്സിമം 0.15 ആവാവും. അപ്പൊ നമ്മൾ ആ രണ്ട് ലിമിറ്റിംഗ് വാല്യൂസും കൊടുത്തിട്ട് വെലോസിറ്റി അങ്ങ് റീഡിസൈൻ ചെയ്യും. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ വേറെയും പ്രോബ്ലംസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് പേയ്മെന്റിന്റെ വൈഡനിങ്, എക്സ്ട്രാ വിഡ്ത്തും അതുപോലെ തന്നെ ട്രാൻസിഷൻ കർവിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു.